വിശദമായ വാർത്തകളിലേക്ക്. വിദേശത്ത് നിന്ന് UAE-യിലേക്ക് തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് തൊഴിലുടമകൾ ഇനി 3 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. ഓഫർ ലെറ്റർ, തൊഴിൽ കരാർ, വർക്ക് പെർമിറ്റ് എന്നിവയാണ് പ്രധാനമായി വേണ്ടതെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. വ്യാജ വിസ തട്ടിപ്പിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുവാനാണ് ഈ നിയമം കർശനമാക്കുന്നതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ആദ്യം വിദേശ റിക്രൂട്ട്മെന്റിന് മുമ്പ് സ്ഥാപനങ്ങൾ വിസ ക്വാട്ട ലഭിക്കുന്നതിനായി തൊഴിൽ മന്ത്രാലയത്തിൽ അപേക്ഷ നൽകണം. ക്വാട്ട പാസ്സായാൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഓഫർ ലെറ്റർ തയ്യാറാക്കി നൽകും. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. പാസ്പോർട്ടിലേതുപോലെ വ്യക്തിഗത വിവരങ്ങൾ, ഫോട്ടോ എന്നിവയും തസ്തിക, ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയും രേഖപ്പെടുത്തിയ ഓഫർ ലെറ്റർ ഉദ്യോഗാർത്ഥിക്ക് നൽകണം. ഒപ്പിട്ട് തിരിച്ചയച്ചാൽ മാത്രമേ മന്ത്രാലയത്തിൽ സമർപ്പിച്ച് അംഗീകാരം നേടാനാകൂ. ഫീസ് അടച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലേബർ അനുമതി നേടണം. തുടർന്ന് അനുമതിയുമായി എമിഗ്രേഷനിലെത്തി അപേക്ഷ നൽകിയാൽ തൊഴിലാളിക്ക് UAE-യിലേക്ക് പ്രവേശിക്കാൻ 2 മാസത്തെ കാലാവധിയുള്ള എൻട്രി പെർമിറ്റ് ലഭിക്കും. എൻട്രി പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് 60 ദിവസത്തിനകം തന്നെ തൊഴിലാളി രാജ്യത്ത് എത്തിയിരിക്കണം. തൊഴിലാളിയെ കൊണ്ടുവരാൻ ആവശ്യമായ വിസ, ടിക്കറ്റ് ചെലവുകൾ എന്നിവ കമ്പനി ഉടമ വഹിക്കണം. തൊഴിലാളി രാജ്യത്തെത്തിയാലുടൻ തൊഴിൽ കരാർ തയ്യാറാക്കുകയും കമ്പനി ഉടമയും തൊഴിലാളിയും അംഗീകരിച്ച് ഒപ്പിടുകയും വേണം. കൂടാതെ വിസയ്ക്ക് മുൻപുള്ള മെഡിക്കൽ പരിശോധനയും പൂർത്തിയായിരിക്കണം. മെഡിക്കൽ ടെസ്റ്റ് പാസ്സായാൽ തൊഴിൽ വിസ, എമിറേറ്റ്സ് ID, ലേബർ കാർഡ് എന്നീ നടപടികൾ പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ വർക്ക് പെർമിറ്റ് ലഭിക്കുകയുള്ളൂ. ഇതോടെ ഔദ്യോഗികമായി രാജ്യത്ത് ജോലി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും. തൊഴിൽ വിസയിൽ രാജ്യത്തെത്തുന്നവർക്ക് ഉടൻ ജോലിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം 2 മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മതിയെന്ന ആനുകൂല്യവുമുണ്ട്. തൊഴിൽ കരാർ അറബിക്, ഇംഗ്ലീഷ് എന്നീ 2 ഭാഷകളിലായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 ദുബായ്. ഉപയോഗിക്കാത്ത യാത്രാ വിസ റദ്ദാക്കിയില്ലെങ്കിൽ പുതിയ വിസ ലഭിക്കില്ലെന്ന് UAE സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അധികൃതർ. 30 ദിവസത്തെ സന്ദർശക വിസ എടുത്താൽ നിശ്ചിത ദിവസത്തിനകം രാജ്യത്തേക്ക് പ്രവേശിക്കണം. അത് സാധിക്കാത്ത പക്ഷം ഒന്നുകിൽ വിസ റദ്ദാക്കണം, അല്ലെങ്കിൽ 200 ദിർഹം നൽകിയാൽ വിസ കാലാവധി നീട്ടിയെടുക്കാം. വിസ റദ്ദാക്കുന്നതിനുള്ള ഫീസ് 300 ദിർഹത്തോളമാകുമെന്ന് വിവിധ ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി. നേരത്തെ ഉപയോഗിക്കാത്ത വിസകൾ സ്വമേധയാ റദ്ദാകുമായിരുന്നു. ദുബായ് മാരത്തൺ നാളെ നടക്കാനിരിക്കെ മെട്രോ പ്രവർത്തന സമയം നീട്ടി. ഫെബ്രുവരി 12 രാവിലെ 4 മണിക്ക് മെട്രോ പ്രവർത്തനം തുടങ്ങും. സാധാരണ ദിവസങ്ങളിൽ 8 മണിക്കാണ് മെട്രോ ആരംഭിക്കുക. ദുബായ് എക്സ്പോ സിറ്റിയിലേക്ക് ആളുകൾക്ക് പോകാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സമയം ദീർഘിപ്പിക്കുന്നതെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. വാഹനമോടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ഓർമ്മപ്പെടുത്തി അബുദാബി പോലീസ്. അശ്രദ്ധമായി വാഹനമോടിച്ചുണ്ടായ അപകടത്തിന്റെ വീഡിയോ പങ്കുവച്ചാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. വാഹനമോടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത്. പലരും സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. ഇത് ഡ്രൈവിംഗിലെ ശ്രദ്ധ തെറ്റാനിടയാക്കും. ഇത്തരം അശ്രദ്ധമായ പെരുമാറ്റങ്ങൾ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അതോറിറ്റി ഓർമ്മപ്പെടുത്തി. 800 ദിർഹമാണ് പിഴ. 4 ബ്ലാക്ക് പോയിന്റും കിട്ടും. സൗദി ചരിത്രത്തിലെ ഏറ്റവും വലിയ IT മേളയ്ക്ക് റിയാദിൽ സമാപനം. റിയാദ് ഫ്രണ്ട് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ 4 ദിവസമായി ലിപ് 2023 എന്ന പേരിൽ നടന്ന എക്സ്പോയിൽ പങ്കെടുക്കാൻ 2.5 ലക്ഷം സന്ദർശകരാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 1,72,000-ലേറെ ആളുകൾ മേളനഗരി സന്ദർശിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 1026 സംരംഭകർ മേളയിലെത്തി. സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾക്കും വ്യാപാര കരാറുകൾക്കും ലീപ് മേള സാക്ഷിയായി. ലോകോത്തര കമ്പനികൾക്ക് ആഗോള ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവരുടെ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്താനും വിൽപ്പന നടത്താനും ലീപ് അവസരമൊരുക്കി. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. UAE ദിർഹം 22 രൂപ 46 പൈസ. സൗദി റിയാൽ 22 രൂപ. കുവൈറ്റ് ദിനാർ 269 രൂപ 3 പൈസ. ഖത്തറി റിയാൽ 22 രൂപ 66 പൈസ. ഒമാനി റിയാൽ 214 രൂപ 32 പൈസ. ബഹ്റൈനി ദിനാർ 219 രൂപ 44 പൈസ. ഇനി മറ്റു വാർത്തകളിലേക്ക്. PK ശശിക്കെതിരെ വീണ്ടും പാർട്ടിയുടെ അന്വേഷണം.
പാർട്ടി ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന പരാതിയാണ് അന്വേഷിക്കുക. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനെതിരെയും വിമർശനമുയർന്നു. പാലക്കാട്ടെ വിഭാഗീയതയ്ക്ക് കാരണം CK രാജേന്ദ്രനാണ് എന്നാണ് വിമർശനം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ഒപ്പം ചേരുന്നു. പ്രസാദ്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾ പ്രധാനമായും PK ശശിക്ക് നേരെ, മറ്റൊന്ന് രാജേന്ദ്രന് നേരെ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണരാജ്, PK ശശിക്കെതിരെ വീണ്ടും അന്വേഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ PK ശശിക്കെതിരെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി കീഴിലും അതോടൊപ്പം തന്നെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാവും സാമ്പത്തിക അഴിമതി ആരോപിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. അതിൽ സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ക്രമക്കേടിന് PK ശശി നേതൃത്വം കൊടുത്തു എന്നുള്ളതായിരുന്നു ഒരു പരാതി. മറ്റൊന്ന്, പാർട്ടി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി സമാഹരിച്ച ഫണ്ടിൽ തിരിമറി നടത്തി. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് വെച്ച് നടന്ന ഈ കഴിഞ്ഞ സമ്മേളനമല്ല, അതിന് തൊട്ടു മുമ്പ് നടന്ന ജില്ലാ സമ്മേളനത്തിൽ അതിനുവേണ്ടി സ്വരൂപിച്ച ഫണ്ടിലും തിരിമറി നടത്തിയെന്ന ആരോപണങ്ങൾ PK ശശിക്കെതിരെ എതിർവിഭാഗം ഉന്നയിച്ചിരുന്നു. ഈ പരാതി അന്വേഷിക്കാനാണ് ഇപ്പൊ പുത്തലത്ത് ദിനേശനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഈ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിലെ അവിടുത്തെ പ്രാദേശിക നേതാക്കളെ കണ്ട് അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പുത്തലത്ത് ദിനേശനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ജില്ലയിലെ വിഭാഗീയതയിൽ CK രാജേന്ദ്രനും പങ്കുണ്ട് എന്നുള്ളതാണ് PK ശശി അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ജില്ലയിലെ വിഭാഗീയത തടയുന്നതിൽ, ഇല്ലാതാക്കുന്നതിൽ CK രാജേന്ദ്രന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം ഉയർന്നതായും സൂചനയുണ്ട്. അതോടൊപ്പം മറ്റൊന്ന്, NN കൃഷ്ണദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. NN കൃഷ്ണദാസിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് സഹാക്കളോടുള്ള പെരുമാറ്റത്തിൽ ലാളിത്യമില്ല എന്നുള്ള ഒരു വിമർശനം പൊതുവെ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ശരി, പാലക്കാട്ടെ വിഭാഗീയതയ്ക്ക് കാരണം CK രാജേന്ദ്രൻ. PK ശശിക്കെതിരെ വീണ്ടും പാർട്ടി അന്വേഷണം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പിശ്ശേരി. തനിക്കെതിരെ ആരും ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ലെന്ന് EP ജയരാജൻ. ഇല്ലാ കഥകൾ കൊണ്ട് താൻ ഇല്ലാതാകില്ല. ആരോടും വിദ്വേഷവും പകയുമില്ല. സഖാക്കളാണ് തന്റെ സംരക്ഷകരെന്നും EP ജയരാജൻ പറഞ്ഞു. എനിക്ക് നേരെ നിങ്ങൾ പറയുന്ന പോലെ ഒരു ആരോപണവും എവിടെയും ആരും ഉന്നയിച്ചിട്ടില്ല. ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. ഒരു സാമ്പത്തികമായിട്ടുള്ള തെറ്റായ നിലപാട് സ്വീകരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഇതെല്ലാം സൃഷ്ടിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. സൃഷ്ടിക്കട്ടെ, പ്രചരിപ്പിക്കട്ടെ. അതുകൊണ്ടൊന്നും എനിക്കൊരു പോറലും ഏൽക്കില്ല. സാധാരണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നൊരു പ്രയോഗമുണ്ട്, മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ടതുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ശരിയായ നിലപാടേ സ്വീകരിക്കാറുള്ളൂ. രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് റിസോർട്ട് വിവാദമെന്ന EP ജയരാജന്റെ പരാതി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാകും അന്വേഷണ കാര്യത്തിൽ അന്തിമ തീരുമാനം. എന്നാൽ അന്വേഷണ വാർത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിഷേധിച്ചു. വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് കർശന നിർദ്ദേശമുണ്ട്. നിങ്ങളല്ലേ നിരന്തരമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച നടത്തും. ഇന്നലെ വലിയ തോതിലുള്ള നിങ്ങൾക്ക് എന്തെന്നാ ചർച്ച നടത്തിക്കൂടാതെന്ന് നിങ്ങൾ തന്നെ വാർത്തയുണ്ടാക്കുക. നിങ്ങൾ തന്നെ അതിന്റെ ഭാഗമായിട്ട് ചർച്ച നടത്തുക. ആ ചർച്ചക്കൊന്നും വശംബദ്ധമാവാൻ പാർട്ടിയില്ല കേട്ടോ. നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കോ. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു. ഒരു അന്വേഷണമില്ല. സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോഴും മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജന്റെ പരാതി അവഗണിക്കാൻ നേതൃത്വത്തിന് കഴിയില്ല എന്നതാണ് വസ്തുത. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ഗുരുതര ആരോപണമാണ് ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത്. P ജയരാജനെയും കണ്ണൂരിലെ വ്യവസായി രമേശിനെയും മറ്റു ചിലർ ഇതിന് ആയുധമായി ഉപയോഗിക്കുകയാണെന്നും EP കരുതുന്നു. അതിലെ അമർഷം കൂടി വ്യക്തമാക്കുന്നതായിരുന്നു സംസ്ഥാന സമിതിയിൽ EP ജയരാജൻ നടത്തിയ പ്രസംഗം. P ജയരാജൻ EP-ക്കെതിരെ ആരോപണം ഉന്നയിച്ച സമയത്തു തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് ഈ വിഷയം വന്നിരുന്നു. അന്ന് സംസ്ഥാനത്ത് തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു അവർ സ്വീകരിച്ച നിലപാട്. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ EP ജയരാജൻ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിനാൽ വീണ്ടും സംസ്ഥാന നേതൃത്വം കൂടിയാലോചിച്ച് കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. P ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിലും EP ജയരാജന് കടുത്ത അതൃപ്തിയുണ്ട്. അതിലും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പാർട്ടി കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ചകൾ അതേ രൂപത്തിൽ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള അമർഷം ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കി. കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകൾ സംബന്ധിച്ച് മാധ്യമങ്ങളോട് മിണ്ടരുതെന്നാണ്
സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ആനക്കേരളത്തിന്റെ രാമരാജാവിന് നാളെ സ്വന്തം തട്ടകത്തിൽ എഴുന്നള്ളും. വടക്കിന്റെ കരിയഴകിൻ പൊന്മുടികൾ താണ്ടി തെക്കിന്റെ ആനക്കരയേറിയോനെ ചിലമ്പേട്ടു ചെമ്പട്ടണിഞ്ഞൊരാ കാവിലെ തമ്പുരാട്ടിക്കാൻ ഒരുങ്ങിയോനെ ഇടം വേറുമാ നേരമീരേ. തെച്ചിക്കോട്ടമ്മയെ ശിരസിലേറ്റി ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്നു. തെച്ചിക്കോട്ടുകാവ് പൂരം നാളെ ന്യൂസ് 18 തത്സമയം. മറ്റു വാർത്തകളിലേക്ക്. നികുതി ബഹിഷ്കരണ സമരത്തിൽ കോൺഗ്രസിനുള്ളിൽ വ്യത്യസ്ത അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനുമാണ് വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയത്. നികുതി അടയ്ക്കേണ്ടെന്ന KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ആഹ്വാനം മുഖ്യമന്ത്രിയെ കളിയാക്കി പറഞ്ഞതാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിശദീകരണം. ഇക്കാര്യം KPCC പ്രസിഡന്റിനോട് വിളിച്ചു ചോദിച്ചിരുന്നു. നികുതി അടയ്ക്കാതിരിക്കുക എന്നത് പ്രായോഗികമായ കാര്യമല്ലെന്നും സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നികുതി കൊടുക്കണ്ടെന്ന് ആ പിണറായി വിജയനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. കളിയാക്കുന്നതിലൊരു കുഴപ്പമില്ല, നികുതി പിരിക്കണ്ട എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല, അത് കോൺഗ്രസ് അഭിപ്രായമല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ കോൺഗ്രസ് നികുതി ബഹിഷ്കരിച്ചിട്ടുണ്ടെന്നും തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുമെന്നുമായിരുന്നു കെ സുധാകരന്റെ പ്രസ്താവന. ബഹിഷ്കരണം കോൺഗ്രസ് നയമല്ല എന്ന് സതീശൻ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എന്നറിയില്ല. നികുതി ബഹിഷ്കരണം അടക്കമുള്ള സമരരീതി നാളെ KPCC യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. അദ്ദേഹം ഏത് സെൻസിലാണ് പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ നികുതി ബഹിഷ്കരണം വേണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ നികുതി ബഹിഷ്കരിക്കാൻ പറ്റുന്ന മേഖലയിൽ നികുതി ബഹിഷ്കരിക്കണം. ജനത്തിന്റെ വികാരം അതാണ്, ജനത്തിന്റെ വിചാരം അതാണ്, ജനത്തിന് വേണ്ടിയാണ് പാർട്ടി. വിവാദ വിഷയങ്ങളിൽ നേതൃത്വത്തിനിടയിൽ തന്നെ ഭിന്നാഭിപ്രായമുയരുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളത്ത് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അങ്കമാലിയിലും കളമശ്ശേരിയിലും മുഖ്യമന്ത്രിക്ക് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. നികുതി വർധന പിൻവലിക്കാത്തതിലാണ് പ്രതിഷേധം. അങ്കമാലിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു. കളമശ്ശേരിയിൽ മിവ ജോളിയാണ് കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകയെ കളമശ്ശേരി CI അപമാനിച്ചതായി പരാതി. DGPക്ക് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് പരാതി നൽകിയത്. മെഡിക്കൽ കോളേജ് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കളമശ്ശേരിയിലായിരുന്നു പ്രതിഷേധം. ഇന്ധന സെസ്സിൽ സർക്കാർ തിരുത്തേണ്ട സാഹചര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 3.9% എന്ന അർഹമായ പദ്ധതി വിഹിതം കേന്ദ്രം 1.9 കുറച്ചു. ഇന്ധന സെസ് പിൻവലിക്കണമെന്നത് രാഷ്ട്രീയ താൽപര്യം മാത്രമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശൈലിയിൽ മാറ്റം വരുത്തുമെന്ന് യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോം. വളരെ ചെറുപ്പത്തിലെ ശീലിച്ച പ്രസംഗ ശൈലി തെറ്റിദ്ധാരണകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്നു. ഇതൊക്കെ കണക്കിലെടുത്താണ് ശൈലി മാറ്റാനുള്ള ശ്രമം. ഗവേഷണ പ്രബന്ധത്തിലെ പിഴവിന് ആനുപാതികമായ വിമർശനമല്ല തനിക്ക് നേരെ ഉണ്ടായതെന്നും ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചിന്ത പറഞ്ഞു. ഞാൻ ചെറുപ്പത്തിലെ പ്രസംഗ മത്സര വേദികളിലൊക്കെ പോകും.
സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ പ്രായത്തിലെ പ്രസംഗിക്കാൻ അച്ഛനും അമ്മയും കൊണ്ടുപോകും. കുട്ടികളുടെ പ്രധാനമന്ത്രിയാകുന്നത് പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന കുട്ടിയാണ്. അപ്പം നമ്മുടെ നവംബർ 14-ാം തീയതി ചാച്ചാജിയായിട്ട് കൊല്ലം പട്ടണത്തിലൂടെ ശിശുദിന പ്രകടനത്തെയൊക്കെ നയിക്കാൻ തുറന്ന ജീപ്പിൽ പോകാനൊക്കെ 5 പഠിക്കുമ്പോഴൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ രൂപപ്പെട്ടു വന്നൊരു ശൈലിയുണ്ട്. 5 മിനിറ്റ് പ്രസംഗമാണ്, 5 മിനിറ്റ് മുമ്പ് വിഷയം തരും, 5 മിനിറ്റ് പ്രസംഗിക്കണം. അപ്പം അതിനകത്തൊരു പേടി വരാതെ സംസാരിക്കണം, ഇച്ചിരി ആധികാരികമായി സംസാരിക്കണം. അപ്പോൾ അന്നേ ചെറുതായിരിക്കുന്ന ഞാൻ ഈ ഒരു ശൈലിയിലാണ് പ്രസംഗിക്കുന്നത്. അത് പിന്നെ എൻ്റെ ഒരു ശൈലിയായി രൂപപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ പലരും ഇത് പറയുമ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിനകത്തൊരു മാറ്റം വരുത്താൻ, കുറച്ചുകൂടി വേറൊരു രീതിയിലേക്ക് സംസാരം പരുവപ്പെടുത്തിയെടുക്കണം എന്നുള്ള നിങ്ങളുടെ വിമർശനങ്ങളെയൊക്കെ പോസിറ്റീവായി ഉൾക്കൊണ്ട് അത്തരത്തിൽ പൊതുയോഗങ്ങളിലേക്കൊക്കെ പ്രസംഗങ്ങൾ വരുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ മാറ്റാവുന്നതാണ്. ചിന്താ ജെറോമിനെതിരായ വിമർശനങ്ങളിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്ത്രീ എന്ന രീതിയിലുള്ള ആക്രമണത്തെ പാർട്ടി ശക്തമായി പ്രതിരോധിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ചിന്താ ജെറോമിനെതിരായിട്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ നടത്തുന്ന കടന്നാക്രമത്തെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുകയാണ്. ഇനി എതിർക്കുന്നതിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ശക്തിയായിട്ട് എതിർക്കുകയാണ്. പോരെ. MP ആയിരിക്കെ PT തോമസിനോട് കോൺഗ്രസ് അന്യായം കാണിച്ചുവെന്ന് ശശി തരൂർ MP. നിലപാടുകളിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PTക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതെന്നും ശശി തരൂർ പറഞ്ഞു. ഇവൻ എന്റെ പ്രിയ PT സ്മരണിക വേണു രാജാമണിക്ക് നൽകി പ്രകാശിപ്പിക്കുകയായിരുന്നു തരൂർ. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നാളെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. അർബുദരോഗവുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് മാറ്റുന്നത്. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഉമ്മൻചാണ്ടി ആശുപത്രിയിൽ സന്ദർശിച്ചു. തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കേന്ദ്രമന്ത്രി V മുരളീധരൻ സന്ദർശിച്ചു. ചികിത്സയുടെ വിശദാംശങ്ങൾ കുടുംബാംഗങ്ങളുമായും ഡോക്ടർമാരുമായും ആശുപത്രി അധികൃതരുമായും സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടുവെന്നറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് V മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചികിത്സയെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് പരാതികളില്ലെന്നും V മുരളീധരൻ പറഞ്ഞു. കൊല്ലം ചവറയിലുണ്ടായ വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. ടൈറ്റാനിയം ജംഗ്ഷന് സമീപം 6 മുറിക്കടയിൽ വൈകുന്നേരമായിരുന്നു അപകടം. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഭൂകമ്പത്തെ തുടർന്ന് തുർക്കിയിലും സിറിയയിലും മരിച്ചവരുടെ എണ്ണം 1,00,000 കടന്നു. വടക്കു പടിഞ്ഞാറൻ സിറിയയിലേക്ക് UN-ന്റെ കൂടുതൽ സഹായമെത്തി. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് തുർക്കിയിലും സിറിയയിലും 100-ലേറെ തുടർ ചലനങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. 7.5 തീവ്രതയുള്ള തുടർ ചലനവും ഇതിൽ ഉൾപ്പെടുന്നു. ഇരു രാജ്യങ്ങളിലുമായി പരിക്കേറ്റവരുടെ എണ്ണം 80,000 കടന്നു. തുർക്കിയിലും സിറിയയിലും മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. അതിശൈത്യം രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നു. തുർക്കിയിൽ ഭൂകമ്പത്തിൽ കാണാതായ ഇന്ത്യക്കാരന്റെ മൃതദേഹം കണ്ടെത്തി. ഉത്തരാഖണ്ഡ് സ്വദേശി വിജയകുമാറിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ബഹുനില ഹോട്ടൽ കെട്ടിടം തകർന്ന് വീണാണ് വിജയകുമാർ മരിച്ചത്. എഞ്ചിനീയറായ വിജയകുമാർ തുർക്കിയിലെത്തിയത് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കാണ്.